ഇത് ഈ യൂറോപ്യൻ കൺട്രീസിൽ സ്വർണത്തിനേക്കാൾ വില ഉണ്ടായിരുന്നു ചായയുടെ തേയിലയ്ക്ക്. അത് ചൈനയിൽ നിന്ന് നേരെ യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക അവിടേക്ക് പോയിട്ട് ഒരു കാലത്ത് ഈ യൂറോപ്യൻ കൺട്രീസിൽ സ്വർണത്തിനേക്കാൾ വില ഉണ്ടായിരുന്നു ചായയുടെ തേയിലയ്ക്ക്. തേയില ഇവിടെ നിന്നാണല്ലോ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷെ അത് ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണക്കാര് പുറത്തെ ആൾക്കാരാണ്, യൂറോപ്യൻ ആൾക്കാരാണ്. ഇവിടെ അതിന് ആധിപത്യം വന്ന സമയത്താണ് അവര് ചൈന ഇതൊരു മോണോപ്പൊളി ആയിട്ടിരിക്കുന്നത്. ചായയുടെ മോണോപ്പൊളി ചൈന ഇരിക്കുന്ന സമയത്ത് അത് ബ്രിട്ടീഷ് ആൾക്കാരെ തോപ്പിക്കാനായിട്ടാണ് അവരത് ഇവിടെ വന്ന് പ്ലേസ് ചെയ്തു. അത് നമ്മൾ ഇത്രയും വലിയ പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ അത് അമേരിക്കയിലൊക്കെ ചായ നിർത്തി, ഇപ്പൊ ഫുള്ള് കോഫിയിലേക്ക്. കാരണം അതെന്തോ ഒരു കേസ് വന്നിട്ട്, എന്തോ ടാക്സിന്റെ എന്തോ ഇഷ്യൂ വന്നിട്ട് അവരവിടെ ചായയുടെ മറ്റേ തേയില ഇമ്പോർട്ട് ചെയ്യണത് നിർത്തി. ആ നിർത്തിയ ടൈമില് എല്ലാരും കോഫിയിലേക്ക് മാറി. അങ്ങനെ അവര് കോഫി അഡിക്ട്സ് ആയി. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്.